നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഇന്നും ഒരു തൊഴിൽ തട്ടിപ്പിന്റെ വാർത്തയുമായാണ് ഞാൻ വന്നിരിക്കുന്നത്. കുടുങ്ങിയിരിക്കുന്നത് സംശയിക്കേണ്ട മലയാളി യുവാക്കൾ തന്നെ. പ്രവാസി മലയാളിയിൽ നമ്മൾ ഇടയ്ക്കിടെ തൊഴിൽ തട്ടിപ്പുമായി ബന്ധപ്പെട്ട വീഡിയോകൾ ചെയ്യാറുണ്ട്. തൊഴിൽ തട്ടിപ്പുകൾ വ്യാപകമാണെന്നും തൊഴിൽ നൽകാമെന്ന് പറഞ്ഞ് സമീപിക്കുന്ന ഏജന്റുകളുടെ വലയിൽ പെടാതിരിക്കാനുള്ള മുൻകരുതലുകൾ എടുക്കണമെന്നും വീഡിയോകളിൽ വ്യക്തമാക്കാറുണ്ട്. പക്ഷേ തൊഴിലന്വേഷിക്കുന്നവരെ കുറ്റം പറയാനൊന്നും പറ്റില്ല. നാട്ടിലുള്ളതെല്ലാം വിറ്റുപെറുക്കുകയാണെങ്കിലും അന്യനാട്ടിൽ പോയി ഇത്തിരി കഷ്ടപ്പെട്ടാണെങ്കിലും ജീവിതം പച്ചപിടിപ്പിക്കാനുള്ള നെട്ടോട്ടത്തിൽ തന്നെയാണ് നമ്മളെല്ലാവരും തന്നെ. ഇപ്പോൾ ജോലി തട്ടിപ്പിന് ഇരയായി 36 മലയാളികളാണ് ഷാർജയിലെ റോളയിൽ കുടുങ്ങിക്കിടക്കുന്നത് എന്ന വാർത്തകളാണ് അറിയുന്നത്. ലക്ഷങ്ങൾ ഏജന്റിന് എണ്ണി നൽകിയാണ് യുവാക്കൾ ഷാർജയിൽ എത്തിയിട്ടുള്ളത്. ഇപ്പോൾ ആവശ്യത്തിന് ഭക്ഷണം പോലും ഇല്ലാതെ ദുരിത ജീവിതത്തിൽ കഴിയുകയാണ് ഇവർ. കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്നെത്തിയ 36 പേരാണ് സാമൂഹ്യ പ്രവർത്തകരുടെ കരുണയിൽ ഷാർജയിൽ ജീവിക്കുന്നത്. ആലുവ അത്താണി സ്വദേശി മുഹമ്മദ് സനീറാണ് തങ്ങളെ എത്തിച്ചതെന്ന് ഇവർ പറഞ്ഞു. പാക്കിംഗ്, അക്കൗണ്ടന്റ് തുടങ്ങിയ തസ്തികയിലായിരുന്നു ജോലി വാഗ്ദാനം ചെയ്തത്. ഇവരെ UAE എത്തിച്ചതിന് ശേഷം ഇവർക്ക് ജോബ് വിസ കൊടുക്കാമെന്നാണ് സനീർ ഇവരെ വിശ്വസിപ്പിച്ചിരുന്നത്. 65,000 രൂപ മുതൽ 1.25 ലക്ഷം രൂപ വരെ നൽകിയാണ് പലരും നൽകിയിട്ടുള്ളത്. കടം വാങ്ങിയും സ്വർണം വിറ്റും വീട് വിറ്റുമൊക്കെയാണ് നസീറിന് പണം പലരും നൽകിയത്. 1 മാസത്തെ സന്ദർശക വിസയിൽ പല തവണകളായിട്ടാണ് ഇയാൾ UAE എത്തിച്ചിട്ടുള്ളത്. UAE എത്തി 3 ദിവസം കഴിയുമ്പോൾ തന്നെ എംപ്ലോയ്മെന്റ് വിസയിലേക്ക് മാറ്റാമെന്നായിരുന്നു സനീർ നൽകിയ വാഗ്ദാനം. ഇദ്ദേഹത്തിന്റെ കേരളത്തിലെ അക്കൗണ്ടിലേക്കാണ് എല്ലാവരും ഈ 36 മലയാളികളും പണം അയച്ചിട്ടുള്ളത്. ഇയാൾ വ്യാജ ഓഫർ ലെറ്ററുകളും നൽകിയതായി തട്ടിപ്പിനിരയായവർ പറയുന്നു. വലിയൊരു തുക കടമുള്ളതുകൊണ്ട് നാട്ടിലേക്ക് തിരിച്ചു പോകാൻ കഴിയാത്ത സ്ഥിതിയിലാണ് ഇവർ. ചിലർ സ്വന്തമായി ജോലി കണ്ടെത്താനുള്ള ശ്രമവും നടത്തുന്നുണ്ട്. ഇതിൽ ഏറ്റവും സങ്കടകരമായ കാര്യം ഇത്തരം തട്ടിപ്പിൽ പെടുന്നവർ അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാരാണെന്നതാണ്. കൃത്യമായ വിസയും ഓഫർ ലെറ്ററും ഇല്ലാതെ വിദേശത്തെ ജോലികൾക്കായി പോകരുതെന്ന് പ്രവാസി മലയാളി ഉൾപ്പെടെ എല്ലാ സാമൂഹ്യ മാധ്യമങ്ങളിലും വാർത്തകൾ വരുന്നതാണ്. എന്നിട്ടും ഇത്തരം തട്ടിപ്പുകൾ ഇപ്പോഴും നടക്കുന്നു. ഭക്ഷണം പോലുമില്ലാതെ ഷാർജ റോളയിൽ താമസിക്കുന്നവർക്ക് ആകെ ആശ്വാസം ഇപ്പോൾ സാമൂഹ്യ പ്രവർത്തകരാണ്. ഷാർജയിലെ സാമൂഹ്യ പ്രവർത്തകനായ നൌഷാദ് ഖാൻ പറയുന്നത് ഇത്തരം നിരവധി കേസുകൾ ഇവർക്ക് മുൻപിൽ എത്താറുണ്ട് എന്നാണ്. വിവരവും വിദ്യാഭ്യാസവുമുള്ള ചെറുപ്പക്കാർ ഇങ്ങനെ ചതിവ് പറ്റി മുന്നിൽ നിറകണ്ണുകളോടെ നിൽക്കുന്നത് കാണുമ്പോൾ സങ്കടവും ഒപ്പം തന്നെ അതികഠിനമായ ദേഷ്യവും വരുമെന്നാണ് നൌഷാദ് പറയുന്നത്. എത്ര പറഞ്ഞാലും ഇവർക്ക് മലയാളികൾക്ക് എന്തുകൊണ്ട് മനസ്സിലാവുന്നില്ല, എന്തിനാണ് വീണ്ടും വീണ്ടും ഈ ഏജന്റുകളുടെ തട്ടിപ്പിന് ഇരയാകുന്നത് എന്നാണ് അദ്ദേഹം രോഷത്തോടെ ചോദിക്കുന്നത്. ഇനിയും കൂടുതൽ പേർ ഗൾഫിലേക്ക് സനീറിന്റെ കീഴിൽ വരാൻ ഉണ്ട് എന്നാണ് ഇപ്പോൾ റോളയിൽ കഴിയുന്ന മലയാളികൾ പറയുന്നത്. ഇവരെ ഒന്നും തന്നെ ഒരുമിച്ചായിരുന്നില്ല ഇങ്ങോട്ട് എത്തിച്ചത്. പല പല സമയങ്ങളിലായിട്ടാണ് എത്തിച്ചത്. വന്നവർ എല്ലാവരും 1 മാസത്തെ വിസിറ്റ് വിസയിൽ എത്തിയതാണ്. എന്നാൽ ഇപ്പോൾ എല്ലാവരുടെയും വിസയുടെ കാലാവധി കഴിയാറായി. ഇതുവരെ അവർക്ക് ജോലിയൊന്നും ലഭിച്ചിട്ടില്ല. 65,000 മുതൽ 1.25 ലക്ഷം രൂപ ഇവർക്ക് നൽകിയത് മാത്രം, ഈ സനീറിന് നൽകിയത് മാത്രം മിച്ചം. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇനി നാട്ടിലേക്ക് തിരിച്ചു പോകാനും ബുദ്ധിമുട്ടുണ്ട്. ഇവർക്ക് ഓഫർ ലെറ്റർ നൽകാമെന്ന് പറഞ്ഞിരുന്നെങ്കിലും ഒന്നും തന്നെ ഇവർക്ക് ലഭിച്ചിട്ടില്ല. ഇപ്പോൾ സനീറിന്റെ കയ്യിൽ നിന്ന് ഇവർക്ക് യാതൊരു തരത്തിലുള്ള സഹായവും ലഭിക്കുന്നില്ല. വിസിറ്റ് വിസയിൽ പോയി കഴിഞ്ഞാൽ ദുബായിൽ എത്തി എംപ്ലോയ്മെന്റ് വിസയിലേക്ക് മാറ്റിത്തരാമെന്ന വാഗ്ദാനം വിശ്വസിച്ച് മാത്രമാണ് ഇവരിവിടെ എത്തിയിരിക്കുന്നത്. അല്ലാതെ ഇയാൾ യാതൊരു തരത്തിലുള്ള എഗ്രിമെന്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഈ യുവാക്കൾക്ക് കൊടുത്തിട്ടില്ല. ഇവിടെ എത്തിയപ്പോൾ മാത്രമാണ് ചതി പറ്റി എന്ന് ഈ മലയാളി കുട്ടികൾ അറിയുന്നത്. ഗൾഫിലെത്തിയപ്പോൾ സനീർ എല്ലാ ദിവസവും ആദ്യം തുടക്കത്തിലൊക്കെ എന്നും അടുത്തെത്തുമായിരുന്നു. എന്നിട്ട് പറയും ജോലി ഉടൻ ശരിയാകുമെന്ന് പറഞ്ഞു പോകും. പിന്നീട് ഇതേക്കുറിച്ചൊന്നും മിണ്ടാതായി എന്നാണ് പറയുന്നത്. പാകിസ്ഥാനികൾക്കൊപ്പവും ബംഗാൾ സ്വദേശികൾക്കൊപ്പവുമൊക്കെയാണ് പലരും താമസിച്ചിരുന്നത്. ഇവിടെ ഭക്ഷണം കിട്ടാതായപ്പോൾ മറ്റൊരിടത്തേക്ക് മാറി. പലരും കടം വാങ്ങിയാണ് വിസയ്ക്ക് പണം നൽകിയത്. അതുകൊണ്ട് ഇവർക്ക് നാട്ടിൽ പോയി ഇനി ഇതൊന്നും വീട്ടിൽ പറയാൻ പോലും ഇവർക്ക് പറ്റാത്ത അവസ്ഥയാണ്. ആരൊക്കെയാണ് ഈ ചതിയിൽപ്പെട്ടിരിക്കുന്നതെന്നോ ഈ ചതിയിൽപ്പെട്ടവർക്ക് വീട്ടിലേക്ക്, കേരളത്തിലെ വീടുകളിലേക്ക് ബന്ധപ്പെടാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. കേരളത്തിലെ പല ജില്ലകളിൽ നിന്നും ഇതുപോലെ കുട്ടികൾ അവിടെ എത്തിയിട്ടുണ്ട്. കുട്ടികൾ മീൻസ് യുവാക്കൾ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അടുത്ത ദിവസങ്ങൾ ഗൾഫിലേക്ക് വരാൻ പോകുന്നവർ ശ്രദ്ധിക്കണം എന്നാണ് ഈ ചതിയിൽപ്പെട്ടവരോടെല്ലാം തന്നെ ഷാർജ അനന്തപുരി അസോസിയേഷനിലെ നൌഷാദ് ഖാനും പറയുന്നത്. പലരും സ്വന്തമായി ജോലി കണ്ടെത്താനുള്ള ശ്രമത്തിലാണ്.
നിരവധി സാമൂഹ്യ പ്രവർത്തകർ ഇവർക്ക് സഹായമായി എത്തിയിട്ടുണ്ട്. ഇനിയും ഗൾഫിലേക്ക് വരാൻ പോകുന്നവർ ശ്രദ്ധിക്കണം, ഇത്തരം ചതികളിൽ പെടരുത് എന്നാണ് ഷാർജ അനന്തപുരി അസോസിയേഷനിലെ നൌഷാദ് ഖാന് പറയാനുള്ളത്. ഞാൻ ഖാൻപാറയിൽ കഴിഞ്ഞ 17 വർഷമായി UAE ഷാർജയിൽ ഉണ്ട്. ഇപ്പോൾ കഴിഞ്ഞ 15 വർഷമായിട്ട് ഷാർജയിൽ ഒരു സ്പെയർ പാർട്സ് സ്ഥാപനം നടത്തി വരുന്നു. ഞാൻ സാമൂഹിക പ്രവർത്തനങ്ങളിൽ കഴിഞ്ഞ 17 വർഷമായി UAE സജീവമായി പ്രവർത്തിക്കുന്ന ഒരാളാണ്. ഇന്ത്യൻ നാഷണൽ ലീഗിൻ്റെ പ്രവാസി സംഘടനയായ IMCCയുടെ മുൻ UAE ജനറൽ സെക്രട്ടറി ആയിരുന്നു. ഇപ്പോൾ തിരുവനന്തപുരം ജില്ലക്കാരുടെ UAEയിലുള്ള ഒരു കൂട്ടായ്മയുണ്ട്. 1000-ൽ അധികം അംഗങ്ങൾ സജീവമായി പ്രവർത്തിക്കുന്ന തിരുവനന്തപുരം ജില്ലയുടെ UAEയിലുള്ള ആളുകളുടെ ഒരു കൂട്ടായ്മയാണ് അനന്തപുരി പ്രവാസി കൂട്ടായ്മ. അതിൻ്റെ ജനറൽ സെക്രട്ടറിയാണ്. ഷാർജയിലാണ് താമസം. ഫാമിലിയും 2 കുട്ടികളും ഇവിടെ എന്നോടൊപ്പം ഉണ്ട്. ഇവിടെ UAEയിൽ നാട്ടിൽ നിന്ന് 1 ലക്ഷവും 1.5 ലക്ഷവും വിസിറ്റ് വിസയ്ക്ക് കൊടുത്ത് ജോലി നേടിക്കൊടുക്കാം എന്ന വാഗ്ദാനത്തിൽ ഇവിടെ വന്ന് കബളിപ്പിക്കപ്പെടുന്ന ആളുകളുടെ, തൊഴിലന്വേഷകരുടെ എണ്ണം ദിനംപ്രതി കൂടി വരികയാണ്. ഏതൊരുവിധ മുൻപരിചയവുമില്ലാത്ത ആളുകൾക്ക് തൻ്റെ കിടപ്പാടം പണയം വെച്ചും പലിശയ്ക്ക് പണം കണ്ടെത്തിയും സ്വർണ്ണാഭരണങ്ങൾ പണയം വെച്ചും എങ്ങനെയെങ്കിലുമൊക്കെ പൈസ സംഘടിപ്പിച്ച് ഏതെങ്കിലും ഏജൻറ്റിൻ്റെ മോഹന വാഗ്ദാനങ്ങളിൽപ്പെട്ട് പൈസ കൊടുക്കുകയും എന്നാൽ ഇവിടെ വന്നിട്ട് ജോലി കിട്ടാതെ, വന്ന ഏജൻറ്റിൻ്റെ കോണ്ടാക്റ്റ് നമ്പർ ഇല്ലാതെ ഇവിടെ പാർക്കുകളിലും മറ്റും താമസവും ഭക്ഷണവുമില്ലാതെ ദുരിതം അനുഭവിക്കുന്നവരുടെ എണ്ണവും അവരുടെ കഥകളും ദിനംപ്രതി കൂടി വരികയാണ്. ഏറ്റവും സങ്കടകരമായ വിഷയമെന്ന് പറയുന്നത് ഈ വരുന്ന ആളുകളിലധികവും അഭ്യസ്ത വിദ്യരാണ് എന്നുള്ളതാണ്. നല്ല വിദ്യാഭ്യാസവും നല്ല ആരോഗ്യവും പ്രാപ്തിയും കഴിവുമുള്ള ആളുകൾ അവർ ഏതൊരു മുൻപരിചയവുമില്ലാത്ത ഏജൻറ്റിൻ്റെ മോഹന വാഗ്ദാനങ്ങളിൽ കുടുങ്ങി ഇങ്ങനെ പൈസ കൊടുത്ത് ഇവിടെ വന്ന് ചതിയിൽപ്പെടുന്ന ആളുകളോട് പറയാനുള്ളത്, ഇവിടെ വിസയ്ക്ക് പൈസ കൊടുത്തിട്ടുള്ളൊരു വിസയും ഇവിടെ UAEയിലോ അതല്ലെങ്കിൽ മറ്റ് ഗൾഫ് രാജ്യങ്ങളിലോ ഉണ്ട് എന്ന് തോന്നുന്നില്ല. ഏതൊരു കമ്പനിക്കാണോ ഏതൊരു സ്ഥാപനത്തിനാണോ ആവശ്യമുള്ളത്, അവർക്ക് ആവശ്യമുള്ള ആളുകൾ ആ സ്ഥാപനം തന്നെ വിസ കൊടുത്ത് ജോലിക്ക് ആളെ വെക്കുകയാണ് പതിവ്. ഒരു 10-15 വർഷം മുന്നെയാണ് ഇത്തരം ചതിക്കുഴികളിൽ പെടുന്നത് എങ്കിൽ നമുക്ക് പിന്നെയും മനസ്സിലാക്കാം. ഇപ്പോൾ വാർത്താമാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും ദിനംപ്രതിയുള്ള ഈ ചതിയിൽപ്പെടുന്ന ആളുകളുടെ കഥയും നിരന്തരം കേട്ടിട്ടും അതൊന്നും മുഖവിലക്കെടുക്കാതെ നമ്മുടെ സഹോദരങ്ങൾ ഇങ്ങനെ ഈ ചതിക്കുഴിയിൽപ്പെടുന്നത് വളരെ ദുഃഖകരമായ ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ UAEയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ വരുന്നതിന് മുന്നേ തന്നെ ആ സ്ഥാപനത്തെക്കുറിച്ചോ ആ വിസ തരാമെന്ന് പറയുന്ന ആളിനെക്കുറിച്ചോ ഉള്ള കൃത്യമായ വിലയിരുത്തലും ബോധ്യവും നിങ്ങൾക്കുണ്ടായതിനു ശേഷം മാത്രമേ ഇവിടേക്ക് വരാവൂ. ഒരു വിസിറ്റ് വിസയും അവിടെ നിന്ന് വരുന്നതിന് ഏറ്റവും കുറഞ്ഞ തുക എന്ന് പറയുന്നത് 25,000-ഓ 30,000-ഓ രൂപയാണ്. 25,000-ഓ 30,000-ഓ രൂപ മുടക്കി ഒരു വിസിറ്റ് വിസ എടുത്ത് ഇവിടെ വന്ന് പരിചയക്കാരോ അല്ലെങ്കിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ തൊഴിൽ കണ്ടെത്തി തരുന്നതിന് അവർ സഹായിക്കും. അങ്ങനെ ഒരു സഹായം കിട്ടാതെ ഒരു പരിചയവുമില്ലാത്ത ആളുകൾക്ക് 1.5 ലക്ഷവും 2 ലക്ഷവും ഒക്കെ കൊടുത്ത് നമ്മൾ അവിടെ നിന്ന് വരുമ്പോൾ
ഈ വരുന്ന ഏജന്റ് ആ പൈസയും വാങ്ങി അവരവരെ വഴിക്ക് പോവും. ഇവിടെ വന്നിട്ട് ചിലപ്പോൾ അവർ 100 പേരെ കൊണ്ടുവരുമ്പോൾ 1-2 ആളുകൾക്ക് അവരുടെ ഭാഗ്യം കൊണ്ട് ഏതെങ്കിലും ജോലി കിട്ടുക എന്നതൊഴിച്ചാൽ വരുന്ന ആളുകൾ കൈയൊഴിയും. അങ്ങനെ 100 കണക്കിന് കേസുകളാണ് ദിനം പ്രതി നമ്മളെപ്പോലുള്ള ആളുകളുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. തിരുവനന്തപുരം ജില്ലയിൽ നിന്നുള്ള വലിയതുറ, അതുപോലെ പൂന്തറ ആ ഭാഗങ്ങളിൽ നിന്നുള്ള കുറേ ആളുകൾ ഈ അടുത്ത ദിവസങ്ങളിൽ നമ്മുടെ ഷാർജയിൽ വരികയും ഷാർജ പാർക്കിൽ അവർ ഭക്ഷണവും താമസമൊന്നും ഇല്ലാതെ പിന്നെ ദുരിതം അനുഭവിക്കുന്ന ഒരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടു. ഞങ്ങളുടെ സംഘടനയിൽ നിന്ന് അത്യാവശ്യം അവർക്കുള്ള ഭക്ഷണവും അതുപോലെ തന്നെ അതിലൊരാൾക്ക് നാട്ടിൽ പോകുന്നതിനുള്ള സാഹചര്യമൊക്കെ നമ്മൾ ഒരുക്കുകയുണ്ടായി. പക്ഷെ ഇങ്ങനെ നമുക്ക് എല്ലാ ആളുകളെയും പിന്നെ അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ട് നമുക്ക് അവരെ സഹായിക്കാൻ നമുക്കും സംഘടനകൾക്കൊക്കെ പരിമിതികളുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വരുന്നതിന് മുന്നേ ആരാണോ കൊണ്ടുവരുന്നത്, ഏത് സ്ഥാപനത്തിലേക്കാണോ വരുന്നത്, അതിനെക്കുറിച്ച് ഒരു അവയർനെസ് നിങ്ങൾക്കുണ്ടാകണം എന്ന് മാത്രമാണ് ഈ വിഷയത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്.